മൈനാഗ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാണ് ഗൈസ് നല്ലർച്ചാൽ വ്യൂ പോയിന്റ്. അമ്പലവയലിനടുത്തായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതിമനോഹരമായ ഒരു വ്യൂ ആണ്. അടിപൊളി ഒരു വൈബ്. ഇതാണ് നെല്ലറച്ചാൽ വ്യൂ പോയിന്റ്. നമ്മൾ കാരാപ്പുഴ ഡാമിൻ്റെ ബാക്ക് വാട്ടറാണിത്. നല്ല അതിമനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ആ നടുവിൽ കാണുന്നില്ലേ നീല, അത് മീൻ വളർത്തുന്നതാണെന്ന് തോന്നുന്നു. വയനാട് ഡിസ്ട്രിക്റ്റിൽ അമ്പലവയലിനടുത്തായിട്ട് 4-5 കിലോമീറ്റർ അടുത്തായിട്ട് തന്നെയുള്ളൊരു സ്ഥലമാണ് ഈ നെല്ലറച്ചാൽ വ്യൂ പോയിൻ്റ്. അതിമനോഹരമായ ദൃശ്യമാണ്. ഇത് കാരാപ്പുഴ ഡാമിൻ്റെ ബാക്ക് വാട്ടറാണ്. ഈ മൊട്ടക്കുന്നിൻ്റെ 4 ചുറ്റിനും ഇതേമാതിരി വെള്ളം നിറഞ്ഞു കിടക്കുന്ന പ്രകൃതി രമണീയമായ അതിമനോഹരമായ ദൃശ്യം നമുക്ക് കുടുംബാംഗങ്ങളായി ഒരുമിച്ചിരുന്ന് വന്ന് കാണാൻ പറ്റിയൊരു സ്ഥലമാണ്. 3-4 കുന്നുകളുണ്ട്, മൊട്ടക്കുന്നുകളാണ്. പച്ചപ്പുല്ലുകൾ മാത്രമുള്ള മരങ്ങളൊന്നും ഇല്ലാത്ത മൊട്ടക്കുന്നുകൾ. അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ചിരുന്ന് കാണാൻ പറ്റിയ അതിമനോഹരമായ ഒരു സ്ഥലമാണ് നെല്ലറച്ചാൽ വ്യൂ പോയിൻറ്റ്. അപ്പോൾ ഈ സമയങ്ങളിൽ വരുന്നവർക്ക് ഇവിടെ ടിക്കറ്റൊന്നും തുടങ്ങിയിട്ടില്ല. വാഹനം പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. ടിക്കറ്റൊന്നുമില്ല, ഫ്രീ ആയിട്ട് വന്നിട്ട് കണ്ടിട്ട് പോവാം. ഇത്രയധികം മനോഹരമായ ഒരു ദൃശ്യം വയനാട്ടിലുണ്ടെന്ന് നമ്മളിപ്പോഴാണ് മനസ്സിലായത്. ഇത് എത്രയും പെട്ടെന്ന് എല്ലാവരും വന്ന് കാണണം. അതിമനോഹരമായ ദൃശ്യമാണ്. കഴിയുന്നതും വെയിലില്ലാത്ത സമയം ഉച്ച കഴിഞ്ഞോ അല്ലെങ്കിൽ വെയിൽ വരുന്നതിന് മുമ്പിലോ ഉള്ള സമയങ്ങളിൽ വന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. പ്രകൃതിയും പുഴയും മരങ്ങളും എല്ലാം ഉള്ള കുന്നുകളും എല്ലാം ഉള്ള അതിമനോഹരമായ ദൃശ്യം ദൂരത്ത് നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതൊന്ന് കണ്ട് വന്ന് ആസ്വദിച്ച് കഴിഞ്ഞാലേ അതിൻ്റെ ആ സുഖം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് സമയം കളയാതെ എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കാണുന്നവർ എത്രയും പെട്ടെന്ന് ഈ സ്ഥലം സന്ദർശിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മളൊരു 2 ദിവസത്തെ ട്രിപ്പ് വന്നതായിരുന്നു വയനാട് ഡിസ്ട്രിക്റ്റിൽ. അപ്പോൾ ഈ ഒരു സ്ഥലം നമ്മുടെ ഒരു ബന്ധുവീടിനടുത്ത് തന്നെ ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ നമുക്കറിയില്ലായിരുന്നു അതിനെപ്പറ്റി. ഇന്ന് രാവിലെയാണ് അതിനെപ്പറ്റി പറഞ്ഞതും നമ്മളിങ്ങോട്ട് വരാൻ നിശ്ചയിച്ചത്. അപ്പം ഇവിടെ എത്തുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി പോയിരുന്നു. ഒരു 10-11 മണീൻ്റെ ഇടയ്ക്കായി. അതുകൊണ്ട് വെയിലുണ്ട്, ചൂടൊന്നും അറിയില്ല, നല്ല ഇളം കാറ്റുണ്ട്. പക്ഷേ നമ്മൾ കഴിയുന്നതും വെയിൽ താണ സമയങ്ങളിലോ അല്ലെങ്കിൽ രാവിലെ വെയിൽ വരുന്നതിൻ്റെ മുമ്പിലോ വന്ന് കാണണം. അതിമനോഹരമായ ദൃശ്യം തന്നെയാണ്. ഇതിൽ കൊട്ടത്തോണി, വട്ടത്തിലുള്ള തോണീൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാരെയും കാണുന്നില്ല. തോണി മാത്രമേ ഉള്ളൂ. ഇവിടെ കാലിയായിട്ട് തോണി കമത്തി വെച്ചിട്ടുണ്ട്. തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു. ആദ്യം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞത്. ഇദ്ദേഹമാണ് നമ്മുടെ അളിയനാണ്. നമ്മളെ അളിയൻ മൂപ്പർകാന്ന് നമ്മളിവിടെ കൊണ്ടുവന്ന് കാണിച്ചത്. അപ്പോൾ ഇതിൽ ആമ്പൽപ്പൂവ്, നിറയെ ആമ്പലും പിന്നെ അതുകൂടാതെ വേറൊരു വെള്ളപ്പൂക്കളും ചെറിയ പൂക്കളും വിരിഞ്ഞ് കിടക്കുന്നത് കാണാം. വേറെ ഒട്ടനവധി ടൂറിസ്റ്റ് സ്ഥലങ്ങൾ ഇവിടെ തന്നെ അടുത്തായിട്ട് തന്നെയുണ്ട്. എടക്കൽ ഗുഹ ഇവിടെ അടുത്താണ്. അപ്പോൾ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 സ്ഥലങ്ങളിലും കണ്ടിട്ട് തിരിച്ചു പോകാം നമുക്കൊരു ദിവസം കൊണ്ട് തന്നെ. വെള്ളത്തിൽ ഇറങ്ങരുത് എന്ന കർശന നിർദ്ദേശത്തിൻ്റെ ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വരുന്ന സഞ്ചാരികൾ വെള്ളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കരുത്. അത് അപകടം വിളിച്ചു വരുത്തും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. കുട്ടികളെയും മുതിർന്നവരെയൊന്നും ഇതിന് അടുത്തേക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. ആമ്പൽപ്പൂവെല്ലാം വിരിഞ്ഞ് നിൽക്കുന്നത് കാണുന്നത് നല്ല മനോഹരമായിരിക്കുന്നുണ്ട്. അപ്പം മാക്സിമം ഈ ആമ്പൽപ്പൂവെല്ലാം പറിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വരുന്നവർ, ഇവിടെ ഗാർഡോ ആരും ഇല്ല, നമ്മൾ തന്നെ വരുന്നവർ തന്നെ ശ്രദ്ധിക്കണം. അപ്പം അത് വളരെ സൂക്ഷിക്കണം. അമ്പൽപ്പൂ പറിക്കാൻ വേണ്ടി വെള്ളത്തിലിറങ്ങാൻ പാടില്ല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ദൂരത്തായി വേറൊരു കുന്നിൻ്റെ മുകളിലായി കുറച്ച് കന്നുകാലികളെല്ലാം മേയുന്നത് കാണാം. അത് ഈ വെള്ളത്തിൻ്റെ മറുകരയിൽ വേറൊരു കുന്നിൻ്റെ മുകളിലാണ്. കുറേയധികം മൊട്ടക്കുന്നുകളുണ്ട് അടുത്തടുത്തായി. നല്ല മനോഹരമായ ദൃശ്യമാണ്.
ഹായ് ഫ്രണ്ട്സ്, ഇത് അമ്പലവയൽ പഞ്ചായത്തിലെ നെല്ലാർച്ചാൽ വ്യൂ പോയിന്റാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇത് കാരാപ്പുഴ ഡാമിൻ്റെ ബാക്ക് വാട്ടറാണ്. അതിമനോഹരമായ ദൃശ്യമാണ്. ആമ്പലെല്ലാം വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ലൊരു സൈറ്റാണ്. നടുവിലാണ് ഈ മീൻ വളർത്തുന്ന സ്ഥലം. നെല്ലാർച്ചാൽ വ്യൂ പോയിന്റ്. നേരെ അമ്പലവയൽ വരുമ്പോൾ അമ്പലവയലിൽ നിന്ന് നെല്ലാർച്ചാലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ പോയിന്റ് ആർക്ക് വേണമെങ്കിൽ സന്ദർശിക്കാം. വലിയ വിശാലമായ മൊട്ടക്കുന്നുകളുള്ള അതിമനോഹരമായ സ്ഥലമാണ്. ഒരു വലിയൊരു തടാകം, അതിമനോഹരമായ ദൃശ്യം. അമ്പലവയൽ, വയനാട് ജില്ലയിൽ അമ്പലവയലിലാണ് ഈ സ്ഥലം. നെല്ലാർച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വ്യൂ പോയിന്റ്. അടിപൊളി. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night. From the top, we're gonna be two hearts running wild. Now the morning is the afternoon. We lay awake in bed. The laughs so loud as the hours pass, we're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be, we're gonna be two hearts running wild. The moonlight, summer sky, it was the best we ever had. And we'll stay young forever. We'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. We're gonna be, we're gonna be two hearts running wild. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the
വിടമാറ്റം നിന്ന് ഞാൻ വിടമാറ്റം. അടിപൊളി വ്യൂ ആണ്. നിങ്ങൾ നമ്മളോട് പറയണ്ടായിരുന്നോ ഇങ്ങനെ അടിപൊളി വ്യൂ എല്ലാം ഉണ്ട്? നമ്മൾ വരൂലായിരുന്നു. അങ്ങ് മുട്ട ഉണ്ടോ? മുട്ട നമ്മൾ അടുത്തുള്ള ഒരു മുട്ടക്കുന്നിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് നല്ല വ്യൂ ആണെന്ന് പറഞ്ഞ് ഇതിൻ്റെ 365 ഡിഗ്രിയിലും ചുറ്റിനും കാണാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കുന്നിൻ മുകളിലേക്ക് പോയി അവിടെ നിന്നുള്ള വ്യൂ നമുക്ക് നോക്കാം. എന്നാലും പെട്ടെന്ന് എത്തും ഇവിടെ. റോഡ് അതിമനോഹരമായ ദൃശ്യം റോഡൊക്കെ സൂപ്പറാണ്. സഞ്ചാരികൾക്ക് ഇവിടെ വന്ന ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് നെല്ലാർച്ചാല വ്യൂ പോയിന്റ്. ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് വയനാട്ടിലെ ഒരു അടിപൊളി ഡെസ്റ്റിനേഷൻ. ഒരു മിനി കാശ്മീർ പോലെ. മിനി കാശ്മീർ. അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ അങ്ങോട്ട് ആടുമാടുകളെല്ലാം മെയ്യുന്ന സ്ഥലമാണ്. ഇന്നലെ കുറച്ച് അങ്ങനെ ഉണ്ടോ മാടുകളെല്ലാം മേയുന്നൊരു പുൽമേടാണത്. അതിൻ്റെ അപ്പുറമായിട്ടൊരു മല. താഴെയായിട്ട് നെല്ലാർച്ചാൽ വ്യൂ പോയിന്റ്. ഇത് കാരാപ്പുഴ ഡാമിൻ്റെ ബാക്ക് വാട്ടറാണ്. നല്ല മുട്ടക്കൊന്നുകൾ അതിമനോഹരമായ ദൃശ്യമാണ്. സഞ്ചാരികൾ വന്നിട്ട് വേസ്റ്റ് നിറയെ ഇടുന്നുണ്ട് പ്ലാസ്റ്റിക്കുകളിലും. സഞ്ചാരികളെ കൊണ്ടാണ്. അതുകൊണ്ട് കഴിയുന്നതും ഇവിടെ നമ്മൾ വൃത്തികേടാക്കാതെ സൂക്ഷിക്കുക. ഇവിടെ ഗാർഡുകളോ പൈസയോ ഒന്നുമില്ല. അതുകൊണ്ടായിരിക്കും ഇത്രയധികം വേസ്റ്റുകളെല്ലാം ഇവിടെ കിടക്കുന്നത്. പ്ലാസ്റ്റിക് കൂമ്പാരങ്ങൾ. ഇത് ഈ കുന്നൻമുട്ടേൻ്റെ സൈഡിലെല്ലാം കാണും. ഇതെല്ലാം ഈ വെളുത്ത് കാണുന്ന എല്ലാം പ്ലാസ്റ്റിക്കുകൾ ഇട്ടിട്ട് ഇതാക്കിയതാണ്, മോശമാക്കിയതാണ്. കുന്നുകളാണ്. ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ദൃശ്യമാണ് അതിമനോഹരമായ ദൃശ്യം. കേരളത്തിലേക്ക് ഒരു മിനി കാശ്മീർ മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. അതിമനോഹരമായ ദൃശ്യം നോക്കുക. നമുക്ക് ഈ ചുറ്റിനും 360 ഡിഗ്രി നമുക്ക് കാണാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ കാരാപ്പുഴ ഡാം കാണാം കേട്ടോ. കാരാപ്പുഴ ഡാമാണ്. അതിൻ്റെ ബാക്ക് വാട്ടറാണ് ഇത്. നെല്ലാർച്ചാൽ വ്യൂ പോയിന്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ ദൃശ്യം. ചുറ്റും നമ്മൾ കാശ്മീരിലും പുറകിൽ നിൽക്കണം കേട്ടോ. അത്രയും നല്ല വൈബാണിത്. വാ, മനോഹരമായ ദൃശ്യം നോക്ക്. നമ്മൾ ഇപ്പോൾ ഈ മറുഭാഗത്ത് കാണുന്ന ദൃശ്യമാണിത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മുട്ടക്കുന്നുകളാണ്. നല്ല മനോഹരമായ ദൃശ്യം. ഇല്ല കുന്നാന്ന്. ഇവിടെ കുറച്ച് കൃഷിയുണ്ട്. ബാക്കി ഡാമിൻ്റെ സൈഡാണിത്. നമ്മൾ വയനാട്ടിൽ വന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത് കേട്ടോ. അതിമനോഹരമായ ദൃശ്യം. ഇത് ഇപ്പം നമ്മൾ ഏകദേശം ഒരു 11:30 മണിയായി. വെയിലൊന്നും ഇല്ലാത്ത വൈകുന്നേരത്തിലും നല്ല രസമായിരിക്കും. അത് കണ്ട ആ കുന്നിൻ്റെ മുകളിലായിട്ട് റിസോർട്ടുണ്ട് കേട്ടോ. കുന്നിൻ്റെ മുകളിലുള്ള റിസോർട്ടാണത്. എന്തൊരു ഭംഗിയുള്ള സ്ഥലം. നമ്മളെ കേരളത്തിൽ ഇതേമാതിരി ഇത്രയധികം ഭംഗിയുള്ള മനോഹരമായ സ്ഥലം ഉണ്ടായിട്ടും നമ്മൾ കാശ്മീർ തന്നെ മിനി കാശ്മീർ എന്ന് തന്നെ പറയാം. ഐസ് വീഴുന്നില്ല എന്നുള്ള ഒറ്റൊരു വീക്ക്നെസ് മാത്രമേ ഉള്ളൂ ഇതിൽ. അതിമനോഹരമായ ദൃശ്യം. വാ, സൂപ്പർ. ഇവിടെ നമുക്ക് ചൂടൊന്നുമില്ല, വെയിലുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല. ഇവിടെ നമുക്ക് 3, 4, 5 മണിക്കൂർ നേരം ചെലവഴിക്കാനൊന്നും ഒരു പ്രശ്നവുമില്ല. അവിടെയുള്ള കൃഷിഭൂമിയാണ്. അതാ ഒരു കാറ് പോകുന്നുണ്ടോ.
ഭാര്യയും മോളും ഒന്ന് കയറി വരുന്നുണ്ട്. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. ഇതുവരെ വരാത്തവർ, ഇവിടെ ഈ ഇടം സന്ദർശിക്കാത്തവർ പെട്ടെന്ന് തന്നെ വന്ന് കണ്ടു. കാരണം ഇവിടെ ഇല്ല, ഇനി വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയിട്ട് ഇവിടെ ടിക്കറ്റ് കാര്യങ്ങൾ ചാർജെല്ലാം ഈടാക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോഴീ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും വന്നിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇവിടെ ടിക്കറ്റോ പാർക്കിംഗ് ചാർജോ ഒന്നുമില്ല. അതിമനോഹരമായ വ്യൂ ആണ്. നിങ്ങൾക്ക് ഈ കാരാപ്പുഴ ഡാമിൻ്റെ ബാക്ക് വാട്ടർ രണ്ട് സൈഡ് ചുറ്റിനും, ഈ കുന്നിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റിനും കാണാം. അപ്പോൾ ഇപ്പം വരുന്നവർക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ചാർജെല്ലാം ഈടാക്കാൻ തുടങ്ങും. ഒരുപാട് റിസോർട്ടുകളുണ്ട് കേട്ടോ ഇതിന് ചുറ്റിനുമായിട്ട്. നല്ലൊരു വ്യൂ, നല്ലൊരു സൈറ്റ്, നല്ലൊരു വൈബ്, അതിമനോഹരമായ ദൃശ്യം. ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയം ചിലവഴിച്ചാൽ നമുക്ക് ഇപ്പം സമയം പോകുന്ന അറിയില്ല. അത്രയും മനോഹരം. നമ്മൾ ഫുഡെല്ലാം കൊണ്ടുവന്ന് ഇവിടെ തന്നെ വന്ന് വെച്ച് കഴിക്കുന്ന സുഖം. നിങ്ങൾ കൊണ്ടുവരാം, ഇവിടെ നിന്ന് പ്രിപ്പയർ ചെയ്ത് കഴിക്കുക. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ പോയാൽ മതി. ഇവിടെ എവിടെയെങ്കിലും തണൽ നോക്കിയിരിക്കുക. ഇവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് ഇതെല്ലാം കണ്ട് പ്രകൃതിയുടെ മനോഹരമായ ദൃശ്യം, പ്രകൃതിയെ ശരിക്കും ആസ്വദിക്കാൻ പറ്റിയൊരു മനോഹരമായ സ്ഥലമാണിത്. അറച്ചാൽ വ്യൂ പോയിന്റ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും വന്ന് സന്ദർശിക്കണം. ഇത്രയധികം മനോഹരമായ ഒരു സ്ഥലം നമ്മളെ കേരളത്തിൽ തന്നെ ഉണ്ടോ എന്ന് തന്നെ സംശയം. വ്യൂ പോയിന്റ് വയനാട് അമ്പലവയലിനടുത്തായിട്ടുള്ള സ്ഥലമാണ്. അമ്പലവയലിൽ നിന്ന് കുറച്ച് ദൂരം മാറി, 4-5 കിലോമീറ്റർ മാറി, 5 കിലോമീറ്ററിനുള്ളിൽ. സൂപ്പർ സ്ഥലം. അത് ആദ്യം ഇങ്ങോട്ടാണ് വരുന്നത് അളിയൻ നമ്മളോട് പറഞ്ഞില്ല, പറയാതെയാണ്. 2 മണിക്കോ 3 മണിക്കോ തിരിച്ചു പോയാൽ മതിയായിരുന്നു. പക്ഷേ അത് ഈ മനുഷ്യൻ പറഞ്ഞില്ല നമ്മളോട്. അങ്ങനെയാണ്. എല്ലാം മൊട്ടക്കൊന്ന് ചെറിയ പുല്ലുകളാണ് കേട്ടോ. ഈ കന്നുകാലികൾക്കെല്ലാം മേയാൻ പറ്റിയ ഒരു പുല്ലുകളാണ്. കണ്ടോ, കുറേ കന്നുകാലികൾ അവിടെ മേയുന്നുണ്ട്. ഈ സ്ഥലം കർണാടക ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണെങ്കിൽ അവർ എല്ലാ സ്ഥലത്തും ടിക്കറ്റ് വെച്ച് നല്ലൊരു പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ നമ്മളെ ഫോട്ടോ മതിയാകുന്നില്ല. ഈ വ്യൂ പോയിന്റ് കണ്ടിട്ട് എങ്ങനെ ഇഷ്ടപ്പെട്ടോ? കേരളത്തിലെ ഏറ്റവും ഇവിടെ കണ്ട ആ കുന്നിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ച് റിസോർട്ടുകളാണ് കേട്ടോ. നമ്മളിത് നാട്ടിലേക്ക് തിരിക്കുന്നതായിരുന്നേ, അമ്പലവയലിൽ നിന്ന്. അപ്പം നമ്മളെ അളിയൻ വന്നു. അളിയനാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അളിയോ, അപ്പോൾ അളിയനാണ് നമ്മൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടത്. ഭയങ്കര സൂപ്പർ വൈബുള്ള സ്ഥലം, അടിപൊളി സ്ഥലമാണ്. നമുക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്ഥലത്തിനെ പറ്റി, ഞാൻ ഇവിടെ കേട്ടിട്ടില്ലായിരുന്നു. ഏതായാലും ഈ സ്ഥലം കൂടി അമ്പലവയലിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരത്തായിട്ടുള്ള അതിമനോഹരമായൊരു സ്ഥലമാണിത്. നെല്ലറച്ചാൽ വ്യൂ പോയിന്റ്. ഇവിടെ കൊട്ടത്തോണിയെല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പോൾ കൊട്ട കാണുന്നില്ല. കൊട്ട അതാ അവിടെ നിന്ന് മറിച്ചിട്ടല്ലേ. കൊട്ടത്തോണി സർവീസെല്ലാം ഉണ്ട്, മീൻ വളർത്തുന്നുണ്ട്. അപ്പോൾ കൊട്ടത്തോണി സർവീസ് ഇപ്പോഴും കാണുന്നില്ല. ഇല്ലെങ്കിൽ നമുക്ക് കൊട്ടത്തോണിയിൽ ഇങ്ങനെ കറങ്ങായിരുന്നു. ഏതായാലും അതിന് പിന്നെ വരെ ഒരു ദിവസം. പക്ഷേ എങ്കിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. കേരളത്തിലെ അതിമനോഹരമായൊരു ദൃശ്യമാണ്. ഒരു മിനി കാശ്മീർ എന്നാണെന്ന് പോലും ഇതിന് അറിയപ്പെടുന്നത്. മിനി കാശ്മീർ, കേരളത്തിൻ്റെ മിനി കാശ്മീർ. സൂപ്പർ സ്ഥലം.